സുഹൃത്തുക്കളെ, ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നത് കേരളത്തിൽ ദൈനംദിന കാര്യമെന്ന് ഒരു BJP മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അത്രേ. കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെന്താ തെറ്റെന്ന് എനിക്കറിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഷംസുദ് ബാക്കവിയാണ്. ഈ ഷംസുദ് ബാക്കവിയെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. എവിടെയൊക്കെ കണ്ട പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഇദ്ദേഹം മറ്റൊരു പേരിൽ തക്കിയ നടത്തിക്കൊണ്ട് സംഘപരിവാറിലെ ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരുപാട് സംഘപരിവാറുകാരെ ഇസ്ലാമിലോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലോട്ട് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പുറത്ത് കാണുമ്പോൾ നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത, മറ്റേ ചിന്ത, ഈ ചിന്ത എന്നൊക്കെയാണ്. ഇത് ഇവർ നേരിട്ട് ചെയ്യില്ല. തക്കിയാണ്. ഇതറിയാത്ത ഒരുപാട് പാവം സംഘികൾ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പലരും, അതായത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന പലരും ഇന്ന് അവരുടെ ലൈംഗികാവയവം തുമ്പില്ലാത്തവന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. കേരളത്തിൽ ഇവരുടെ സംഘടന നടത്തുന്ന സമ്മേളനങ്ങളിൽ വൻ ജനപിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കേരളം വളരെ അടുത്ത് തന്നെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. ഇവിടെ മുസ്ലിങ്ങളെ അടിമകളാക്കും. മുസ്ലിങ്ങൾക്ക് സ്വത്ത് കൊടുക്കില്ല. ഇപ്പോൾ സൗദി, ദുബായ്, തുർക്കി, ഇന്തോനേഷ്യ, അഫ്ഗാനിസ്ഥാൻ, UAE, ദുബായ്, ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവിടത്തെ പോലെ തന്നെ കേരളത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ഇവന്മാർ പെറ്റുകൂട്ടുന്നത് വേറെ, പന്നികളെ പോലെയാണ് പെറ്റുകൂട്ടുന്നത്. ലക്ഷദ്വീപിലും കശ്മീരിലും എൻ്റെ അറിവിൽ ഈ 2 പ്രദേശങ്ങൾ മാത്രമാണ് മുസ്ലിം ഭൂരിപക്ഷം. ഇവിടെയൊക്കെ ജനന നിരക്ക് മറ്റുള്ള ഹിന്ദു ഭൂരിപക്ഷമായ UP-യേക്കാളും ബീഹാറിനേക്കാളും വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വൻ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. ബാബരി മസ്ജിദ് രാമക്ഷേത്രമാക്കിയതുപോലെ രാമക്ഷേത്രം തകർത്തിട്ട് വീണ്ടും ബാബരി മസ്ജിദാക്കും. എന്തിന്? 800 വർഷം ഇവിടെ മുഗളന്മാർ ഭരിച്ചപ്പോൾ, അല്ലെങ്കിൽ വേറെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചപ്പോൾ ഡൽഹിയിലെ മൊത്തം ക്ഷേത്രങ്ങൾ തകർത്തിട്ട് പള്ളികളാക്കിയില്ലേ? ഇപ്പോൾ നമ്മുടെ മഹാനായ മോദിജി വന്നതിന് ശേഷമല്ലേ ആ ക്ഷേത്രങ്ങളൊക്കെ വീണ്ടും പഴയപടി ആക്കിയത്. ഈ മുസ്ലിം രാജാക്കന്മാർ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഡൽഹിയിലൊക്കെ മൊത്തം ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികളാക്കിയിരുന്നു. UP, ബീഹാറൊക്കെ മുസ്ലിം രാജാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അതൊക്കെയും നമ്മുടെ മഹാനായ മോദിജി, ലോകഗുരു മോദിജി, നരേന്ദ്രമോദി തിരിച്ചു പിടിച്ചു. പക്ഷേ കേരളം BJP ഭരിക്കാത്തത് കൊണ്ട് ഈ ഷംസുവിനെ പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ സ്വന്തം ചിന്ത എന്ന് പറഞ്ഞ് തക്കിയ നടത്തി സംഘപരിവാറുകാരെയും കൃസംഘപരിവാറുകാരെയും ഇസ്ലാമിലോട്ട് മതപരിവർത്തനം ചെയ്യുകയാണ്. ഈ സത്യം ആരും അറിയുന്നില്ല. കാരണം ഇവർ തക്കിയ സംഖ്യയായിട്ട് നടിക്കുകയാണ്. സംഖ്യകളെ സുഖിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവരിത് ചെയ്യുന്നത്. കൃസംഖ്യകളെ സുഖിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇതറിയാതെ പാവം സംഘപരിവാറുകാരും കാസക്കാരും ഇദ്ദേഹത്തിന്റെ വലയിൽ വീഴുകയാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ തക്കിയ രൂപത്തിൽ കാണുമ്പോൾ ഈ രൂപത്തിലല്ല കാണുക. പക്ഷെ ഇത് ഞാൻ വളരെ രഹസ്യമായിട്ട് ഒളിഞ്ഞു നോക്കിയെടുത്ത ഫോട്ടോയാണ്. ഇതാണ് ഇയാളുടെ യഥാർത്ഥ രൂപം. ഇങ്ങനെയുള്ള തക്കിയക്കാരെ സൂക്ഷിക്കുക എന്ന് ഞാൻ സംഘപരിവാറുകാരോടും കാസക്കാരോടും പ്രത്യേകം ഉണർത്തിക്കുന്നു. അപ്പോൾ ശരി, ജയ് ഹിന്ദ്, ഹിന്ദുയിസം ജയിക്കട്ടെ, ജയ് റാം. അപ്പോൾ ശരി.